Yes, back in action. आदर्श कोप्पल रेडिलूടെ मेगा फाइनल ആരംഭിച്ചിരിക്കുകയാണ്. जी हां दोस्तों, ये आखिरी मुकाबला है. जीतेंगे 12,000, हारेंगे 8,000. किसके पलड़े भारी है? कसरगोड मधुर के सामने है कोप्पल. That is a quality defense of Sanghar Shakti Madhur. They add to the mark. Account തുറന്നിരിക്കുന്നു. പുനീത് ഈ ടൂർണമെന്റിലുടനീളം സംഘശക്തി മധുറിന്റെ റൈഡിംഗ് പാനൽ വജ്രായുധമായി കളിക്കളത്തിൽ നിറഞ്ഞു കളിക്കുന്ന പുനീത്. Lovely polo. This occasion, Niveda man. Lovely tortoise. Aha. Lovely quick response. Got a point. 1-1. Puneet again. നീളമുള്ള കൈകാലുകൾ. പുനീത് ഈ ടൂർണമെന്റിൽ സംഘശക്തി മധുറിന്റെ റൈഡിംഗ് മെഷീനായി മാറുമ്പോൾ വീണ്ടും ഒരു പോയിന്റ് കൂടി മടങ്ങുകയാണ്. 2-1. ഇരു ടീമുകൾക്കും ഓരോ ഇടവേളകളിലും റിവ്യൂ അവസരം നൽകിക്കൊണ്ട് നടക്കുന്ന ഈ ടൂർണമെന്റ്. ವೀಕ್ಷಕರ, ಇದು ಅಂತಿಮ ಪಂದ್ಯ. ಗೆದ್ದಲ್ಲಿ 12,000. ಯಾರ ಮಡಿಲಿಗೆ? Again of the rider Puneet. Rider with confidence. Yes, he got it. 3-1. 3-1. മത്സരം കട്ടക്കുള്ള പോരാട്ടം. ഇഞ്ചോട് ഇഞ്ചുള്ള മത്സരത്തിന്റെ പ്രതീതി തുടക്കത്തിൽ തന്നെ. What a quick bonus. Young and energetic. Oh, this time. Hold it. Wow. Really, this is the quality riding of Puneet. 4 points in a single ride. 4 points. Time off. Puneet. Adarsh 7-2. 7-2. Okay. Yeah. Late. Adarsh alpamonu late ആയി പരിണത ഫലമായി റൈറ്റ് കോർണറിൽ സുജേഷ് അംബുവിന്റെ സ്ഥാനം അതാ ജേഴ്സി നമ്പർ 4. അദ്ദേഹം നിറവേറ്റുകയാണ് ആ അസാന്നിധ്യം. പോയിന്റ് പട്ടികയിൽ 10-3. തുടക്കത്തിൽ തന്നെ ഒരു ലോൺ നൽകിയിരിക്കുന്നു. 10-3. What a beautiful trophy is shining with a steel color on the stage. Waiting for the honor of that trophy. The result will be on within minutes. Who will capturing with the trophy, the cash award 12,000. Adarsh back-to-back bonus. 10-4. Time out for Red White.
रात्रीच्या 11 वाजून 15 मिनिट झालेले आहेत. आपण पाहत आहोत मालिकेच्या शेवटचा खेळ. സംഘശക്തി ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ ശ്രീ പ്രവീൺ രാജകുമ. വിലയേറിയ സമയം ഇതുവരെ ഞങ്ങളോടൊപ്പം ചിലവഴിച്ചുകൊണ്ട് അദ്ദേഹം മടങ്ങുകയാണ്. താങ്ക് യു വെരി മച്ച് മിസ്റ്റർ പ്രവീൺ രാജകുമ. 10-4. Well played. Do or die raid. Now here is a do or die raid. Do or die raid. 6-10. Red Gold കപ്പൽ മടങ്ങുന്ന മത്സരത്തിൽ ഇതിനിടയിൽ തീർച്ചയായിട്ടും പവർ മിഥുൻ പവർ പുനീത് എന്ന ഒറ്റയാനെ അവസാനം പിടിച്ച് പുറത്താക്കുമ്പോൾ ട്രങ്ക് ഹോളിലൂടെ മത്സരത്തിൽ വീണ്ടും ഗതിവിഗതികൾ മാറി മറിയുന്ന സന്നിവേശം. ആദ്യ പകുതി അവസാന മത്സരത്തിന്റെ ആദ്യ പകുതി. ആദർശ് റൈഡിൽ 10-7. ക്യാപ്റ്റൻ ഓഫ് മധൂർ 10-7. 3 പോയിന്റുകളുടെ വ്യത്യാസം. റൈറ്റ് കോർണറിൽ ശക്തനായ മിഥുൻ. കഴിഞ്ഞ റൈഡിൽ 2 പോയിന്റുകൾ നേടിക്കൊണ്ട് മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന സുബിൻ. റെഡ് വേൾഡ് കപ്പിൽ 1 അല്ല 2 അല്ല 3-4 ഓൾറൗണ്ടർമാർ നിവേദടക്കം ആദർശടക്കം അഭിരാമടക്കം സുബിനടക്കം റൈഡ് ചെയ്യാൻ കഴിവുള്ള താരങ്ങൾ. നിവേദിന്റെ അമ്മ ഉണ്ടല്ലേ? മത്സരം കാണുകയാണ് നിവേദിന്റെ അമ്മ. അമ്മയുടെ സാന്നിധ്യത്തിൽ മക്കൾ കളിക്കുന്നു. നിവേദിന്റെ അമ്മ മാത്രമല്ല നിവേദിന്റെ മാമനും അമ്മാവനും കളി കാണുന്നു. കുടുംബടക്കം മത്സരം കാണാൻ എത്തിയിരിക്കുന്നു. Do or die raid. Third ride. 4 ഡിഫൻഡർമാർക്കിടയിൽ do or die ride ആദർശ്. എന്തൊരു വേഗത! മണിക്കൂറിൽ 120 കിലോമീറ്റർ. Do or die raid. Do or die raid. Do or die ride. Do or die ride. Welcome back of Red White. 10-8. Now do or die ride. രണ്ടാം തവണയാണ് ഇത്തരത്തിലുള്ള വൻ ശക്തിയെ പ്രതിരോധിക്കുന്നത്. റെഡ് വേൾഡ് കപ്പിന്റെ പവർ ഹൗസ് ആണ് മിഥുൻ. തീർച്ചയായിട്ടും ടൈം ഔട്ട്. റെഡ് വേൾഡ് കപ്പിൽ ടൈം ഔട്ട് ഈസ് ഓവർ. മിഥുൻ തീർച്ചയായിട്ടും ശക്തിയുടെ പര്യായമായി മാറുകയാണ് മിഥുൻ. ഓൾ ഔട്ടിലേക്ക് കിടക്കുന്നു സംഘശക്തി. ലാസ്റ്റ് മാൻ 10-10 സമനില. Bonus given and Red World Cup captain asking for the review for the bonus. Our decision is bonus and challenging there is no bonus by Red World Cup. Review please. TV umpire Mr. Shaiju Roy.
review is successful. No bonus. Well timed by the captain Adarsh Koppal. Asked for the review and succeed. Abhiram, point table 13-10. തുടക്കത്തിൽ തന്നെ രണ്ട് ടീമുകളും ഓരോ പോയിന്റുകളും നൽകി, ഓരോ ലോണുകൾ നൽകി. അങ്ങനെ പ്രവചനാതീതമായ ഫൈനൽ എങ്ങനെയാകണം അങ്ങനെ തന്നെ ആരംഭിച്ചിരിക്കുന്നു. ഒരൊറ്റനാടിൽ 4 പോയിന്റുകൾ ഇതേ മത്സരത്തിൽ സ്വന്തമാക്കിയ പുനീത്. Point guard 11-13. Subin. ഈ മത്സരം RGBയോടൊപ്പം കാസർഗോഡ് വിഷൻ TV ചാനലിലും സംപ്രേഷണം ചെയ്യുന്നു. കേരള വിഷൻ സെറ്റ് ബോക്സ് ചാനൽ നമ്പർ 3. മത്സരത്തിന്റെ ആദ്യ പകുതി. And now asking for the bonus, umpire considered bonus, and the team Sanghasha Trimadur challenging, there is no bonus. Review please. Bonus considered by the official, and Sanghasha should be challenging for a bonus. Oh, review is successful. No bonus and off time. രണ്ട് ടീമുകളും റിവ്യൂ ആവശ്യപ്പെടുമ്പോൾ രണ്ടും സക്സസ്ഫുൾ. യെസ്, റെഡ് വേൾഡ് കൊപ്പലിന്റെ ഒരു അറിയിപ്പാണ്. റെഡ് വേൾഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കൊപ്പൽ ഒരുക്കുന്ന ജില്ലാതല സീനിയർ കബഡി ടൂർണമെന്റ് മാർച്ച് മാസം 9-ാം തീയതി കൊപ്പലിൽ വെച്ച് സംഘടിപ്പിച്ച കാര്യം അറിയിക്കുകയാണ്. 10,025, 7,025, 2,525 പ്രകാരം 2 സമ്മാനങ്ങൾ. അടുത്ത മാസം 9-ാം തീയതി നടക്കുന്ന ടൂർണമെന്റിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് റെഡ് വേൾഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കൊപ്പൽ. രണ്ടാം പകുതി ആരംഭിച്ചിരിക്കുന്നു. പുനീതിന്റെ റൈഡിലൂടെ 13-11, 13-11. Dear spectators, we are in the last match. What a tight match in progress on this occasion. Oh! Single point given. Wow. ദിശാന്ത് എന്ന കവർ വന്നിടിക്കുമ്പോൾ ആദർശ വളരെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ രക്ഷപ്പെടുകയാണ്. പോയിന്റ് നില വീണ്ടും മാറുന്നു. 14-11. പുനീത്. ആഹാ, 12-14. ದಣಿ ಬರಿಯದ ದಾಳಿಗಾರ ಪುನೀತ್. ಸತತವಾದಂತ ಆಕ್ರಮಣ. 2 ಅಂಕಗಳ ಅಂತರದಲ್ಲಿ ಸ್ಪರ್ಧೆ ಇದೆ. 14-12. 14-12. തുടർച്ചയായ പോയിന്റുകൾ. ഓരോ റൈഡുകളിലും ആദർശ പോയിന്റുകൾ വാരിക്കൊട്ടുമ്പോൾ എതിർഭാഗത്തും പുനീത്. അക്ഷരാർത്ഥത്തിൽ പുനീതും ആദർശം തമ്മിലുള്ള മത്സരം. 15-12. അങ്ങനെ ഡിഫൻസിലും ആദർശ്. അഭിരാം ഓഫൻസ് കളിക്കാൻ അറിയാം, ഡിഫൻസ് കളിക്കാൻ അറിയാം. അങ്ങനെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ യുക്തിയും ശക്തിയും സംഗമിക്കുന്ന കബഡി. അഭിരാം
16-12 4 പോയിന്റിൽ കൊപ്പൽ. വിഷിൻ ആദ്യ പകുതിയിൽ മിഥുൻ എന്ന കോർണർ കളിക്കാരന്റെ ഉഗ്രമായ 2 ക്യാച്ചുകൾ. ആഹാ, ഈ മത്സരത്തിന്റെ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന്റെ മനോഹരമായ 2 ഡിഫൻസ്. പോയിന്റിൽ വീണ്ടും സ്ഥിതി അതേ രീതിയിൽ 12-16. 5 ഡിഫൻഡർമാർക്കിടയിൽ ആദർശിന്റെ റൈറ്റ്. Footwork is really great. Footwork is really great. Top class. Adarsh. 17-12. Again, this is nation design. Bonus given. Bonus given. ഓരോ ഇടവേളകളിലും മികച്ച കോച്ചിങ് നൽകിക്കൊണ്ട് അക്ഷയ് എന്ന ഭൈരവൻ അഭിരാം 2 പോയിന്റുമായി മടങ്ങുമ്പോൾ ടൈം ഔട്ട്. എഗെയിൻ ഭൈരവൻ അക്ഷയ്. മത്സരത്തിന്റെ 2ാം പകുതി തുടരുമ്പോൾ ഫ്രണ്ട്സ് അടുക്കത്തവയിൽ ആതിഥ്യമരുളിയ ജില്ലാതല സീനിയർ കബഡി ടൂർണമെന്റ് കാണാൻ ഒരുപാട് ആളുകളാണ് തടിച്ചു കൂടിയിരിക്കുന്നത്. സ്ത്രീകൾ, കുട്ടികളിലും അടങ്ങുന്ന ആബാലവൃദ്ധം ജനങ്ങളും ഈ മത്സരം തങ്ങളുടെ പരിപാടി എന്ന് ഇരു കൈകളും നീട്ടിക്കൊണ്ട് സ്വീകരിച്ചതിന്റെ പരിണിത ഫലമാണ് ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്ന ആയിരങ്ങൾ. ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ് എല്ലാ കാണികൾക്കും. ഇത്തരത്തിലുള്ള സപ്പോർട്ടാണ് വരുകാലങ്ങളിൽ കബഡി ടൂർണമെന്റ് ഈ പരിസരത്ത് സംഘടിപ്പിക്കുവാൻ സംഘാടക സമിതിക്ക് മോട്ടിവേഷൻ അഥവാ പ്രചോദനം. ഇത് ആദ്യത്തെ പ്രയോഗമാണ്. ഇനി എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ടൂർണമെന്റ് സംഘടിപ്പിക്കുവാനുള്ള മനസ്സ്, ഇത്തരത്തിലുള്ള സഹകരണമാണ് എന്ന് തർക്കരഹിതമായി പറയാം. 20-16 4 പോയിന്റുകളുടെ വ്യത്യാസം ഇപ്പോഴും നിലനിൽക്കുകയാണ്. സൂപ്പർ ടേക്കിൾ ഓൺ ആദർശ്. ലാസ്റ്റ് 5 minutes. അവസാന 5 മിനിറ്റ് കൂടി. എങ്ങനെ വേണമെങ്കിലും തിരിയാൻ സാധിക്കുന്ന ആദർശ്. ജിംനാസ്റ്റിക്, ഫ്ലെക്സിബിൾ ബോഡി. ലാസ്റ്റ് മാൻ ദിശാൻ അവസാന 5 മിനിറ്റിന്റെ ക്ഷണം വിളി നൽകിയതാണ്. 21-16. ഫുൾ ടീം ഇൻ 7 റെഡ് വേൾഡ് കപ്പലിന്റെ ഭാഗം. ദിശാൻ പാർട്ട് ടൈം റൈഡർ. Bonus given. All out 3 more points for Red World Couple. 24-17 official timeout. കൂടിയ ഓരോ കാണിക്കും ഉള്ള അഗൈതമായ നന്ദി അറിയിക്കുന്നു. ഈ ടൂർണമെന്റ് വിജയിപ്പിച്ചത് ഈ നാട്ടിലെ കാണികളാണ്. അങ്ങനെ ഫ്രണ്ട്സ് അടുക്കത്തബയിൽ സംഘടിപ്പിച്ച ഈ ടൂർണമെന്റിൽ നാട്ടുകാരെ കോർത്തിണക്കിക്കൊണ്ട് ഞങ്ങൾ ഒരുക്കിയ സംഘാടക സമിതി, ആ സംഘാടക സമിതിയുടെ നേതൃത്വം വഹിച്ച സംഘാടക സമിതി ചെയർമാൻ, വർക്കിംഗ് ചെയർമാൻ, അങ്ങനെയുള്ള ഭാരവാഹികൾ. ഈ ശ്രമം 100% ഞങ്ങൾ കടക്കുമ്പോൾ
അടുത്ത കാലത്ത് ഈ സമയബന്ധിതമായി തന്നെ മത്സരം നടന്ന ഏറ്റവും ചുരുങ്ങിയ ടൂർണമെന്റുകളിൽ ഒന്നാണ് നമ്മുടെ അടുക്കത്ത് വയലിൽ സംഘടിപ്പിച്ച ഈ ടൂർണമെന്റിൽ ഇന്ന് ടൂർണമെന്റ് തർക്കരഹിതമായി പറയാൻ കാരണം തുടക്കം മുതൽ യാതൊരു ലാഗുമില്ലാതെ ഓരോ മത്സരങ്ങൾ കൃത്യസമയമായി നടത്തിയ സംഘാടക സമിതി, മത്സരിച്ച ടീമുകൾ, അങ്ങനെ അവസാന ചില നിമിഷങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അക്ഷയ് ഭൈരവൻ, ഓക്കെ. Yes. Now back to the match. Last 4 minutes. അവസാന 4 മിനിറ്റ് കൂടി. 24-17. Red World leading in 7 points. ബാക്കിയുള്ള സമയത്തിൽ 7 പോയിന്റുകളുടെ വ്യത്യാസം. വിജയിച്ചാൽ ഒന്നാം സമ്മാനം. ഇപ്പോൾ റെഡ് വേൾഡ് കപ്പിൽ അല്പം മുന്നിട്ട് നിൽക്കുന്നു. 3-ഉം 4-ഉം സ്ഥാനങ്ങളുള്ള സമ്മാനം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. 24-17. തുടക്കത്തിൽ മികച്ച റൈഡുകൾ നടത്തിയ സെന്റർ ലൈൻ തൊട്ടില്ല. അങ്ങനെ മിഥുൻ ഈ ടൂർണമെന്റിൽ ഉടനീളം എല്ലാ മികച്ച താരങ്ങളെയും പൂട്ടിക്കെട്ടുന്ന കത്രിക പൊട്ടായി മിഥുൻ. ലാസ്റ്റ് 3 മിനിറ്റ്, അവസാന 3 മിനിറ്റ് കൂടി. നാളെ വൈറലാകാൻ വേണ്ടി പോകുന്ന വീഡിയോയിൽ മിഥുൻ ഉണ്ടാകും, ഉറപ്പാണ്. Point table is standing with the 25-17. Rashid now attempt, got a point. Do or die raid. Yes, do or die raid. 25-18. 7 പോയിന്റുകളുടെ വ്യത്യാസം ഇപ്പോഴും നിലനിൽക്കുന്നു. Do or die raid. Subin. Yes. Point conceded. മത്സരം മെല്ലെ മെല്ലെ പിടിമുറുക്കുകയാണ്. ഒന്നാം സമ്മാനത്തിന് വേണ്ടിയുള്ള ആ സമ്മാനത്തിന് അടുത്തുകൊണ്ടിരിക്കുന്നത് റെഡ് വേൾഡ് കപ്പിൽ 26-18. 2 മിനിറ്റ് മാത്രം. ലാസ്റ്റ് 2 മിനിറ്റ്സ്. 26-18. അഭിരാം അടങ്ങുന്ന, സുബിൻ അടങ്ങുന്ന, ആദർശ് അടങ്ങുന്ന റൈഡിംഗ് പാനൽ, നിവേദ അടങ്ങുന്ന റൈഡിംഗ്, ഒപ്പം കോർണർമാരുടെ മികച്ച പ്രകടനം. റൈഡിംഗ് വിഭാഗത്തിൽ റൈഡർമാർ യശസ് അല്ലെങ്കിൽ സക്സസ് ആകുമ്പോൾ ഡിഫൻഡിൽ മികച്ച പ്രതിരോധം. അങ്ങനെ വിജയത്തിന്റെ അരികിൽ റെഡ് വേൾഡ് കപ്പിൽ 26-18. ടൂർണമെന്റുമായി സഹകരിച്ച എല്ലാ വിധികർത്താക്കൾക്കും നന്ദി അറിയിക്കുകയാണ്. ഒപ്പം സ്കോറിംഗ് വിഭാഗത്തിൽ നിതാന്തമായ വിശ്രമമില്ലാത്ത ജോലി സുരേഷ് ശ്രീലാങ്കൻ. ഞങ്ങൾ ഒരുക്കിയ ഈ ഒരു ടൂർണമെന്റിലെ സംഘാടക സമിതി ചെയർമാൻ ഗോപിനാഥൻ മഞ്ഞളത്ത്, കൺവീനർ പ്രകാശ് അടുക്കപ്പാൻ, and the review. Wait and see what is the final result. So $26-18. 26-18. Yes, 26-19. 26-19. 7 point in favor of Red World Cup. Last minute of the match. 60 സെക്കൻഡുകൾ മാത്രം. 7 പോയിന്റുകളിൽ റെഡ് വേൾഡ് കപ്പ്. വൈശാഖ് കൊപ്പലിനെ പറ്റിയാണ് സംസാരിച്ചത്. വൈശാഖ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും. നമ്മൾ എല്ലാവരും സ്നേഹത്തോടെ കുഞ്ചു എന്ന് വിളിക്കുന്ന വൈശാഖ്. അങ്ങനെ മത്സരത്തിന്റെ ഗതി നിർണയിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ നൗ തുടർച്ചയായ മൂന്നാമത്തെ ജയം, ഹാട്രിക് വിക്ടറി ഓഫ് റെഡ് വേൾഡ്
സമ്മാനം കൈമാറണമെന്ന് അറിയുകയാണ്. ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച റൈഡറിനുള്ള പുരസ്കാരം രാജഗോപാൽ അദ്ദേഹത്തിൽ ഏറ്റുവാങ്ങാൻ തീർച്ചയായിട്ടും ഈ ടൂർണമെന്റിലുടനീളം ടീമിന്റെ കരകയറ്റിയ ഫൈനൽ വരെ എത്തിച്ച റൈഡർമാരിൽ ഒരാൾ തീർച്ചയായിട്ടും ആ അവാർഡ് പോകുന്നു. പുനീത് ഓഫ് സംഘശക്തി മധു, ബെസ്റ്റ് റൈഡർ പുനീത് ഓഫ് സംഘശക്തി മധു. അടുത്തത് ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഡിഫൻഡറിനുള്ള പുരസ്കാരമാണ്. ഈ സമ്മാനം നൽകാൻ വേണ്ടി ഡിഫൻഡർ ഓഫ് ദ ടൂർണമെന്റ് ആർക്ക് കൊടുക്കണം? വേറെ ആർക്ക് കൊടുക്കണ്ടേ? മിഥുന് മാത്രമേ. നിങ്ങൾ പറഞ്ഞ തീർന്നു. ബെസ്റ്റ് അവാർഡ് ബെസ്റ്റ് ഡിഫൻഡർ മിഥുൻ ഓഫ് റെഡ് വേൾഡ് കൊപ്പൽ. വാട്ട് എ പവർ! തീർച്ചയായിട്ടും മികച്ച പവർ ഉള്ള കളിക്കാരൻ മിഥുൻ, റെഡ് വേൾഡ് കൊപ്പൽ. മിഥുൻ മീൻസ് പവർ ബാക്ക്. ഈ ടൂർണമെന്റിലെ റൈഡിംഗിലും ഡിഫൻഡിലും ഒരുപോലെ മിന്നുന്ന പ്രകടനം നടത്തിയ ആ കളിക്കാരൻ എന്താ എങ്ങനെയാ? ആദർശ്. യെസ്, ആദർശ്, റെഡ് വേൾഡ് കൊപ്പൽ ബെസ്റ്റ് ഓൾറൗണ്ടർ. ആദർശിന് ആരാധകർ എത്ര? ആഹാ, ആദർശ്. ഓ. And the last individual prize is the best emerging player. വളർന്നു വരുന്ന പ്രതിഭ എന്ന നിലയിൽ എമർജിംഗ് പ്ലെയർ അവാർഡ് ശ്രീ KT ജയൻ അവർകളെ ഈ സമ്മാനം നൽകാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അങ്ങനെ 20 ടീമുകളെ ശ്രദ്ധിച്ചുകൊണ്ട് ഏറ്റവും മികവാർന്ന പുതുമുഖ താരം എന്ന ആ സമ്മാനം ഏറ്റുവാങ്ങാൻ ക്ഷണിക്കുന്നു. One of the best emerging player, very good dedicated person, ഗണേശൻ ഓഫ് യങ് ബ്രദേഴ്സ് അരമങ്ങാനം. യങ് ബ്രദേഴ്സ് അരമങ്ങാനം ടീമിന്റെ പുതുമുഖ കളിക്കാൻ ഗണേഷ് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ടീം മാനേജർ ഇതാ ഈ സമ്മാനം ഏറ്റുവാങ്ങിയ.